അളിയന്റെ പെങ്ങടേം കൂടെ താമസമാക്കിയ പിന്നെ ഒരു മനസമാധാനമുണ്ട്. മരുമോടെ കറുത്ത മോന്ത കാണണ്ടല്ലോ. ദൈവമേ, എന്റെ ഒരേ ഒരു മകൻ പുഷ്കരനല്ലയോ വരുന്നത്. യവനെന്ന് നാട്ടി വന്നു. ആരാ ആരാ? ആ ഞാനാച്ചാ. ഓനാച്ചൻ? ഓനാച്ചനല്ല, ഞാനാന്ന്. അതങ്ങനെ വെട്ടവും വെളിച്ചവും ഇല്ലാത്തടത്തിരുന്ന ആളെ കാണുമോ? ഇവിടെ കറണ്ട് ഇല്ലയോ? ഓന്തൊക്കെ ഒന്ന് ആ തവളക്കണ്ണെടുത്ത് മാറ്റടാ പോയി. ആ ഇപ്പൊ കറണ്ട് വന്ന്. അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? നിന്നെ ഞാൻ എന്നേ മനസ്സിലാക്കിയതാ. എന്നെ എന്നാ ഒന്ന് അനുഗ്രഹിച്ചേര്. നീ ഗുണം വരാതെ പോട്ടെ. ഇത് ഒരുമാതിരി അനുഗ്രഹമായി പോയല്ലോ. എടാ, നീ ക്ലബിൽ പോയിട്ട് 5 വർഷമായോ? ക്ലബല്ല, ഗൾഫ്. ഇന്നേ വരെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ചേട്ടാ, ഗൾഫിലിരുന്ന് തിരിഞ്ഞു നോക്കിയ മരുഭൂമി അല്ലേ കാണത്തുള്ളൂ. എടാ 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 പുഷ്കരോ, എടാ പുളുന്താനേ. എന്തോ അവനെ പുളുന്താനെ എന്ന് വിളിച്ചപ്പോ കേട്ടു. ഞാൻ വിചാരിച്ച എന്റെ കൗസു എന്നെ വിളിച്ചതാണ്. തമ്പുരാട്ടി എഴുന്നള്ളി ഇല്ലയോ? AC ഇല്ലാഞ്ഞത് കൊണ്ട് വന്നില്ല. AC അല്ലല്ലോ അവളെ കെട്ടിയത്, നീ അല്ലയോ? അയ്യോ, കാറിൽ AC ഇല്ലാത്തതുകൊണ്ട് കൗസു വന്നില്ലെന്നാ. കറുത്തു പോവും. അവള് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിന്? അച്ഛനെ കൂട്ടിക്കൊണ്ട് പോവാൻ. എന്റെ പട്ടി വരും. അത് ചത്തുപോയില്ലേ? നീ അല്ലേ എന്നെ തല്ലിക്കൊന്നു? ഒറ്റ കടി ഞാൻ തരും. എനിക്ക് വേവിടിക്കും. അച്ഛന് നാണമില്ലയോ അമ്മാവന്റെ അമ്മയുടെ കൂടെ വന്ന് താമസിക്കാൻ? ഒരു നാണവും ഇല്ല. ആ പാരമ്പര്യം. അവരെന്നെ പൊന്നുപോലാടാ നോക്കുന്നത്. എടുത്ത് പണയം വെക്കാതെ നോക്കിക്കോണം. നീ പോ മോനെ പുളുന്താനെ പുഷ്കര. അമ്മാവൻ എന്തി അമ്മായി? അല്ല, അമ്മാവനും അമ്മായി എന്തി? അവര് പോത്തിനെ കുളിപ്പിക്കാൻ പോയി. എന്നിട്ട് പോത്ത് ഇവിടെ നിൽക്കുകയാണല്ലോ. അല്ല, അച്ഛനെ കൊണ്ടുപോയില്ലോന്ന് ഞാൻ ചോദിച്ചാ. ഞാൻ കൊറേ കുളിച്ചതാ. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ ഇറങ്ങി. അച്ഛന് കൊണ്ടുവന്നതാ ഞാനിത്. ഇതിനകത്തൊരു കോടാലി തൈലം ഉണ്ട്. നീ എന്ത് കൊണ്ടുവന്നാലും അത് കോടാലി. അയ്യോ അതല്ലച്ചാ, അച്ഛൻ ഇതിനകത്ത് ഒരു ജോഡി ഡ്രസ് ഉണ്ട്. അച്ഛൻ പോയി ഇട്ടിട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. വയസ്സാം കാലത്ത് നീ ഡ്രസ് ഇടാത്ത ആരാ വിളിക്കുന്നത്? ആഹാ, അളിയനാന്നല്ലോ. ആ അളിയാ, ഞാൻ 2 ദിവസമായി വന്നിട്ട്. പിന്നെ കൊണ്ടുവരാതിരിക്കുവോ? അളിയൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. 2 നിക്കറ്. അത് ഞാൻ കൗസനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അളിയാ, നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. ഗൾഫിൽ നിന്ന് ഞാൻ 1 ലിറ്റർ ജവാനാ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പിന്നെ അച്ഛനെ ഞാൻ അവിടെ ആക്കിയിട്ടേ പോകത്തുള്ളൂ. ഉറപ്പാളിയാ. എന്താ ദൈവമേ, കവർ മാറിപ്പോയോ? ഇത് കൗസു വീട്ടിലിടുന്ന ചുരിദാറും ടോപ്പും ആണല്ലോ അച്ഛൻ ഇരിക്കുന്നത്. മനുഷ്യനെ കളിയാക്കോന്നടാ. നിന്റെ ബെൽറ്റ് എന്തിയാടാ? ഇതിന് ബെൽറ്റ് ഇല്ല. അച്ഛാ, ഇത് ഗൾഫില് അൽ സുലൈമാനി സുൽത്താൻ ഇടുന്ന ഡ്രസ്സാ. നീ അങ്ങനോട് പറഞ്ഞിട്ട് തന്നെയാണോ ഇത് കൊണ്ടുവന്നത്? അതല്ല, അതുപോലെ വിലയുള്ളതാണോ ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇത് നന്നായിട്ട് ചേരും. അതിനൊന്ന് നടന്ന് ഞാനൊന്ന് കാണട്ടെ. ഇതും തൊട്ടകപ്പക്ഷി ചുരിദാർ വിട്ടോണ്ട് നടക്കുന്നു. അല്ല, അച്ഛന് നല്ലപോലെ ഒട്ടിച്ചേർന്നിരിക്കുന്നെന്ന് പറയുക. എന്തായാലും ഇത് വിട്ടോണ്ട് നിന്റെ കൂടെ അവിടെ വന്ന് 10 കാട്ടറബിയെ കണ്ട് ഒട്ടകത്തിന്റെ പുറത്ത് വന്ന് കയറണം. എന്റെ ദൈവമേ, ഈ വയസ്സാം കാലത്ത് ഇങ്ങാർക്ക് ചെന്ന് നീ ഒട്ടകത്തിന്റെ പുറത്ത് കയറാച്ചാ? അച്ഛാ, നീ ഗൾഫിൽ പിച്ച എടുക്കുക? അല്ല അച്ഛാ, അച്ഛനെ ഞാൻ ഇവിടെ എന്റെ പുറത്ത് കയറ്റിക്കൊണ്ടെന്ന് നടക്കട്ടെ. ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന സുഖം കഴുതയുടെ പുറത്തിരുന്ന ഒരിക്കലും ഇല്ല. ചുമ്മാതല്ല ഹൗസുമായിട്ട് വഴക്കുണ്ടാകുന്നത്. എടാ, അവള് എനിക്കായിരുന്ന മീൻ കറിക്കകത്തേ വാലും തലയുമേ ഉള്ളൂ. നടത്തുണ്ടോ എന്തിയെന്ന് ചോദിച്ചപ്പോ അവള് കുടവെടുത്തന്റെ മണ്ടക്കടിച്ചു. ഓ, അച്ഛൻ ഭാഗ്യവാൻ. അടി കൊണ്ടത് എന്നെ ഗ്യാസ് കുറ്റിക്കല്ലോ അടിക്കുന്നത്. ഇപ്പോഴാ ഓർത്തത് ഗ്യാസ് തീർന്ന്. നീ ചെന്നിട്ട് വേണം എടുക്കാൻ. അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ ആ വീട്ടിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ, ആ വീട്ടിലോട്ടാണ് ആരാവണം? ഞാൻ പിന്നെ അങ്ങോട്ടാ, അനാഥാലയത്തിലേക്ക്. എനിക്കത് നേരത്തെ തരേണ്ടതാ. അയ്യോ, അൽ സുലൈമാനി കൊട്ടാരം, ഈ തപ്പന കൂട്ടം മണലാരണ്യങ്ങൾ, ഷാർജ ഷെയ്ക്ക്. ഞാൻ വീണ്ടും ഗൾഫിലെത്തിയോ? നിന്നെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അത് വേണോ? അതെന്തിനാ? തിരിച്ച് നീ വീട്ടിൽ പോവാൻ. അയ്യോ